നന്ദു നന്ദിനി താൻ കിടന്ന? ആ സർ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. താനങ്ങനെ ഉറങ്ങാനൊന്നും പാടില്ല. എഴുന്നേക്ക്, എഴുന്നേക്ക് നന്ദിനി, എഴുന്നേക്ക്. ആ ആ ഇന്ന് ഞാനേ വിവേകനും കൂട്ടി ബാറിൽ പോയി. അവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് തനിക്കറിയോ? ബാറിൽ എന്ത് സംഭവിക്കാനാ സർ? സാറ് കുടിച്ചു, അത്ര തന്നെ. അല്ല, ആ ബാറിലുള്ളവർ മുഴുവൻ ഇന്ന് എന്റെ കാശ് കൊണ്ട് കുടിച്ചു. അതെ, ഞാൻ ശരിക്കും ആഘോഷിച്ചതാ. താൻ സുമംഗലി പൂജയിൽ ജയിച്ചതും വൈഷ്ണവി ദേവിയുടെ കൂടെ ഡാൻസ് ചെയ്തതും ഒക്കെ ഞാൻ ആഘോഷിച്ചതാ. അല്ല, ഇവിടുത്തെ മേഡം തന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പക്ഷേ തന്റെ മുഖത്ത് എന്തോ വിഷമമുണ്ടല്ലോ. അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അത് എന്തിനാ ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ലെങ്കിൽ ആ കുട്ടി പിശാച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ പറ. എന്തെങ്കിലും ഉണ്ട് പറഞ്ഞതേ, ഞാൻ ഇപ്പൊ തന്നെ പോയി ചോദിക്കാം. ചെല്ലട്ടെ. ഒന്നുമില്ല സർ, അവരാരും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പക്ഷേ നന്ദിനി, തന്നെ ആ ഡാൻസ് ഉണ്ടല്ലോ, വൈഷ്ണവ ദേവിയുടെ കൂടെയുള്ള ആ ഒരു സ്റ്റെപ്പ്, ഇറ്റ്സ് മാർവലസ്. അതെ, താൻ അന്ന് കളിച്ചതുപോലെ വീണ്ടും ഒന്ന് കളിച്ച് ഞാൻ ഒന്ന് കാണട്ടെ പ്ലീസ്. അയ്യോ, ഈ നേരം വരെ ഞാനിവിടെ ഡാൻസ് കളിക്കായിരുന്നു സർ. അതാ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞേ. ഓ, അത് ശരി, ഡാൻസ് ചെയ്യാറുന്ന? ഓ, അച്ഛൻ പറഞ്ഞു കാണും തന്റെ പെർഫോമൻസ് കാണണമെന്ന്. അല്ല, പത്മാമേടം കണ്ട? ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ കണ്ടോ? എല്ലാരും കണ്ടു സർ. എല്ലാവരും നല്ല വാക്ക് പറയുകയും ചെയ്തു. ഇപ്പൊ എനിക്ക് കയ്യും കാലേ അനക്കാൻ വയ്യ. അവര് കാണണം, അവരൊക്കെ കണ്ട അസ്യോ തോന്നണം. വേലക്കാരി എന്ന് പറഞ്ഞാൽ അവരെ അടച്ചു വെച്ചിരിക്കുന്നത് ഒരു മുത്താണെന്ന് അവർ തിരിച്ചറിയണം. ഞാൻ കിടന്നോട്ടെ സർ? എനിക്ക് ഇനിയും സംസാരിക്കണം. എനിക്ക് പറ്റാഞ്ഞിട്ടാ. കിടക്കണം. കിടക്കണ? ഓക്കെ, തനിക്ക് ക്ഷീണമാണെങ്കിൽ താൻ കിടന്നു. പക്ഷേ ഞാനിന്ന് ഉറങ്ങാൻ വൈകും. ഞാൻ ഇനിയും കുടിക്കും. പത്മാമേടത്തിനെ തോൽപ്പിച്ചതിന്റെ സന്തോഷത്തില് ഇനിയും കുടിക്കും. നന്ദിനി, തന്നോട് ഞാൻ എന്താ പറയാ, എനിക്ക് റെസ്പെക്റ്റാ, ഒരുപാട് റെസ്പെക്ട്. വഴിതെറ്റി വന്നതാണെങ്കിലും താൻ എൻ്റെ ജീവിതത്തില് എന്താ പറയാ, എന്തൊക്കെയോ ആണ്, എന്തൊക്കെയോ. എന്താണ് താൻ എനിക്കെന്ന് ചോദിച്ചാ അതെനിക്കറിയില്ല. ബട്ട് സംതിങ് you are in my life. You are great. You are great, Nandini. You are great, Nandini. You are great. You are great, Nandini. അയ്യോ സാറേ, ഇവിടെയാണോ? ഇവിടെ എന്താ കുഴപ്പം? അല്ല സാറേ, ഈ വീട് തനിക്കറിയോ? ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? ഇല്ല സാറേ. എന്നാലും
വേറെ എവിടെയെങ്കിലും? മാനേജര് തന്നെ പണിക്ക് നിർത്തണ്ടെന്ന് പറഞ്ഞിട്ടും കയ്യും കാലും പിടിച്ചാ സമ്മതിപ്പിച്ചത്. ഇനി ചെന്ന് നിൽക്കുന്ന വീടിന്റെ സൗന്ദര്യം കൂടി നോക്കണോ തനിക്ക്? തനിക്ക് ഈ പണി വേണോ വേണ്ടേ? അത് പറ. അല്ല സാറേ, ജോലി വേണം സാറേ. മഹാദേവൻ ലീവാണ്. ഇന്നു മുതൽ ഒരു 3-4 ദിവസത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി ഇയാളായിരിക്കും. അപ്പോഴത്തേക്കും മഹാദേവൻ വരും. ശരി സാർ. ഇയാൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നോക്കിയും കണ്ടൊക്കെ നിന്നോണം. രാവിലെ ഞാൻ ഈ വീട്ടുകാരോട് വിളിച്ച് ചോദിക്കും. അതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള തന്റെ ജോലി. പുതിയ ആളല്ലേ? ആ അതെ. സൂക്ഷിച്ചും കണ്ട് നിൽക്കേണ്ട സ്ഥലമാണ്. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ വീടിനകത്ത് ഒരു മേഡമുണ്ട്, പത്മ മേഡം. അവർ പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും ഗേറ്റിൽ തന്നെ ഉണ്ടാവണം. അവർ വരുമ്പോൾ ഗേറ്റ് തുറന്നിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ട്. പിന്നെ ഈ വീട്ടിലൊരു ചെറിയ മുതലാളിയുണ്ട്, സൂര്യ സാർ. സൂര്യ സാറ് പാതിരാതയ്ക്ക് മദ്യവെച്ച കാറും കൊണ്ടുവരിക. അപ്പോൾ വേഗം ഗേറ്റ് തുറന്നു കൊടുത്തോണം, അല്ലെങ്കിൽ ഇടിച്ചു പൊളിച്ച് അകത്തോട്ട് കയറും. പിന്നെ ഈ ഗേറ്റിൻ്റെ കാശ് തൻ്റെ പണിക്കാശിന്ന് കൊടുക്കേണ്ടി വരും. താൻ ആദ്യം ഇങ്ങോട്ട് ശ്രദ്ധിക്കടോ. വെള്ളം വേണമെങ്കിൽ അവിടെ ടാപ്പുണ്ട്, അതിൽ നിർത്താൽ മതി. ഒരു കാരണവശാലും വീടിൻ്റെ അകത്ത് കയറി പോരുത്. എന്റെ ദൈവമേ, ഇങ്ങോട്ടാ വരുന്നതെന്ന് ഒരു സൂചനയും കിട്ടിയില്ലല്ലോ. ഇനി വിട്ടിട്ട് പോകാനും പറ്റില്ല. നന്ദിനി മോളെ വിളിച്ച് പറയണോ? വേണ്ട. എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം ഒന്ന് പിടിച്ചു നിൽക്കണം. നാളത്തെ ദിവസം സാറുമാരോടൊന്ന് പറയണം, മാറ്റി തരുമായിരിക്കും.